ഹലോ, പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം നടക്കുന്നു. ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ട് വീട് വാടകയ്ക്ക് കൊടുത്തു. ആ വീട് ഒഴിഞ്ഞു പോകാതെ അവർ 4 ലക്ഷം രൂപ അവർക്ക് വേണമെന്ന് ഉടമസ്ഥനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവിടെ ഉടമസ്ഥനെതിരെ കുപ്രചരണങ്ങൾ നടക്കുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതെല്ലാം ഉടമസ്ഥനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇവ മീഡിയക്കാർ പോലും ഈ വീട്ടിൽ താമസിക്കുന്നവർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവിടുത്തെ MLA ഉൾപ്പെടെ. ഈ ഫാമിലി ഒരു മുസ്ലിം ഫാമിലിയാണ്. അപ്പം ഞാൻ നോക്കട്ടെ, ഈ ദേശം മുഴുവനും ഇവരൊക്കെ വാടകയ്ക്ക് ഇപ്പം ഈയിടെ ഒരു മുസ്ലിം പയ്യൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അവർക്കാർക്കും ഈ കാറ്റഗറി മുസ്ലിം മതത്തിൽപ്പെട്ട ആർക്കും ഇപ്പോൾ ആളുകൾ വാടകയ്ക്ക് വീട് കൊടുക്കുന്നില്ലെന്ന്. കാരണം ഇതൊക്കെ തന്നെയാണ്. ഏതേലും കുറേ ഉടായ്പകൾ ഉള്ള വ്യക്തികൾ ഈ ഉടായ്പ കാണിക്കും. നല്ല മുസ്ലിം ആളുകൾക്ക് പോലും അത് ദോഷമായി ഭവിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നു കാണുന്നത്. കാര്യം ഒരു സെറ്റ് കാരണം എല്ലാവർക്കും കൂടെ ബാഡ് നെയിമായി പോകുന്നു. ഇപ്പോൾ ഇവർ ഇത്ര വർഷമായിട്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഉടമസ്ഥൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാതെ അതിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേറെ നിവൃത്തിയില്ലെന്നും പറഞ്ഞുകൊണ്ട് അതേ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ കറ്റിപ്പറ്റി നിൽക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? ഞാൻ നോക്കിയിട്ട് ഇവരൊക്കെ ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും ഈ ആളുകളൊക്കെ ഇവർ വന്നിട്ട് ഇപ്പോൾ റോഡ് സൈഡിൽ വന്നിട്ട് ഒരു ടാർപ്പാള ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ആദ്യം തുടങ്ങും. ഒരു ബിസിനസ് ആദ്യം തുടങ്ങിയിട്ട് അതാരും പോലീസുകാരോ അല്ലെ നിയമപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്ന കാണുവാണെങ്കിൽ അവിടെ പിന്നെ ആസ്പെക്ടോ ഷീറ്റ് 4 കമ്പി ഘടിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ഇച്ചിരി സെറ്റാക്കി എടുക്കും. അവിടെ ആരും അതിനെ എതിർക്കാൻ വരുന്നില്ലെന്ന് കാണുന്ന ഉടനെ പിന്നെ അവിടെ ഇച്ചിരി അങ്ങ് വിപുലീകരിക്കും. ഒരു ചെറിയ ഷോപ്പ് പോലെ അങ്ങ് ആക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ബിസിനസ് അവർ റോഡ് സൈഡിലോട്ട് അങ്ങ് വലുതാക്കിയെടുക്കും. പിന്നെ ഇതങ്ങ് ഓക്യുപ്പൈ ചെയ്തെടുക്കും. ഇതാണ് നടക്കുന്നത്. ഇല്ല, നമ്മൾ പറയുന്ന ഇവർക്കാർക്കും വിദേശ രാജ്യങ്ങളിൽ എല്ലാവരും മുസ്ലിം കൺട്രി ബാക്കി എല്ലാവരും അഭയം കൊടുക്കുന്നുണ്ട്. മുസ്ലിം കൺട്രിക്കാർ ഒരു മുസ്ലിം രാജ്യവും ഇവരെ അഭയാർത്ഥികളായി സ്വീകരിക്കുന്നില്ല. കാരണം എന്താണ്? ഇതൊക്കെയാണ് കാരണം. കുറേ ആളുകൾ കാണിക്കുന്ന തെറ്റിന് നിരപരാധിയായ നല്ല മുസ്ലിംസ് ശിക്ഷിക്കപ്പെടുന്നു. ഇപ്പം നമ്മൾ പറയുന്ന ഈ തീവ്രവാദം നടത്തുന്നത് എല്ലാ മുസ്ലിംസും തീവ്രവാദികളല്ല, നമുക്കറിയാം. എൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് സൂപ്പർ ഫ്രണ്ട്സാണെന്നറിയോ? എത്ര നല്ല വ്യക്തികൾ, എത്ര നല്ല മനുഷ്യരാണെന്നറിയോ? അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സാണ് എനിക്കുള്ള മുസ്ലിം ഫ്രണ്ട്സുണ്ട്. അപ്പം അതിനകത്ത് ഒരു കാറ്റഗറി തീവ്രവാദികളായി പിടിക്കപ്പെടുന്നവരെല്ലാം പിന്നെ ഈ ബോംബ് ബ്ലാസ്റ്റിങ്ങിന് ഇതിനൊക്കെ പോകുന്നവരെല്ലാം പിന്നെ ഈ മതത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇവർ കുറേ ആളുകൾ കാരണമാണ് നല്ല ആളുകളെ, നല്ല ജനങ്ങളെ, മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരാൾ കേരളത്തിൽ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഓണം ആഘോഷിക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അതിനെതിരെ മുസ്ലിങ്ങൾ തന്നെയാണ് ആ ഉസ്താദിനെ ചീത്ത പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടേക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അവർ എൻ്റെ കൂടെ അമ്പലത്തിൽ വരും. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കൊണ്ടുവരുന്ന പ്രസാദം കഴിക്കും. ഇവൻ ഞങ്ങളുടെ ഡ്രൈവർമാർ അവർ മുസ്ലിംസാണ്. തിരുപ്പതിയിൽ നിന്നൊക്കെ ഞങ്ങൾ ലഡു കൊണ്ടുവന്ന് ആദ്യം മേടിച്ച് കഴിക്കുന്ന അവരാണ്. എന്ത് വിശേഷം ഉണ്ടായാലും അവർ കൂടെ നിന്ന് അവിടുത്തെ പ്രസാദമാണേലും എന്തും കഴിക്കും, ഫുഡും എല്ലാം. അത്രയ്ക്ക് നല്ല ആളുകളാണ് ഉള്ളത്. അതിനകത്ത് ചെറിയൊരു വിഭാഗം കാണിക്കുന്ന തോന്നിവാസത്തിൻ്റെ ഫലമായി വലിയൊരു വിഭാഗം ആളുകൾക്കാണ് മറ്റാളുകളാൽ ക്രൂശിക്കപ്പെടുന്നത്. എത്രയോ നല്ല വ്യക്തികൾ, എത്രയോ നല്ല മുസ്ലിം വ്യക്തികളുണ്ട്. നമുക്ക് അവരൊക്കെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ആ ആളുകളെ പോലും ഇങ്ങനെ ഒരു ചെറിയ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ കാണിക്കുന്ന തോന്നിവാസം പ്രകാരം അവരെ കൂടെ അപമാനപ്പെടുത്തുവാണ്. കേരളത്തിൽ നടക്കുന്ന ഈ ബാലപീഡനങ്ങൾ ദിവസവും നോക്കാൻ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഇഷ്ടത്തിന് ബാലക പീഡനവും ബാലികാ പീഡനവും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കീഴെ വരുന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പറയാനില്ലാതെ പോകും. അതും ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു വിഭാഗം ഏറ്റവും കൂടുതൽ അവരാണ് ചെയ്യുന്നത്. ഈ കഞ്ചാവ്, MDMA, ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടം, കള്ളപ്പണങ്ങൾ, ഇതുപോലെയുള്ള തോന്നിവാസങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അവരൊക്കെ ഒരു നല്ല ജീവിത രീതി ഫോളോ ചെയ്യുന്നവരാണ്, നല്ല മജോറിറ്റി ആയ ആളുകൾ. പക്ഷേ കുറേ ആളുകൾ ഇതുപോലെ MDMA, കഞ്ചാവ്, മയക്കുമരുന്ന്, അതും ഇതും, കള്ളക്കടത്ത്, കുഴൽപ്പണി, ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം പോയിട്ട് നല്ല ആളുകളുടെ പേരൂടെ കളയിപ്പിക്കുകയാണ്. ആ പ്രവണത മാറിയെടുക്കണം. ഇങ്ങനെ ഒരു മൈനോറിറ്റി ആയ ആളുകൾ കാരണം മജോറിറ്റികൾ കൂടെ ക്രൂശിക്കപ്പെടുന്നതിന് ഈ മജോറിറ്റി ആളുകൾ ഇവർക്കെതിരെ ആക്ട് ചെയ്യണം. എന്നാലേ അത് നിർത്തലാക്കണം. എന്നാലേ അതിനൊരു
അത് ഒരു പരിഹാരമാകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് ഈ വീടിൻ്റെ വാടകക്കാരുടെ കാര്യത്തിൽ അവരെ ഒരിക്കലും ആരും ന്യായീകരിക്കുന്നില്ല. ഒരിക്കലും ന്യായീകരിക്കേണ്ട. എം എൽ എ ഒക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എം എൽ എക്കൊക്കെ എന്താണ് കേരളം ഭരിച്ചവർക്ക് അവർക്കൊരു വീടും ചുറ്റുപാടും ഉണ്ടാക്കി കൊടുക്കാഞ്ഞത് ഇതുവരെ? എന്തുകൊണ്ട് അവരെ കൊണ്ട് പറ്റിയില്ല? അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതല്ലേ? അതിന് മറ്റുള്ളവർ അധ്വാനിച്ച വീടും സ്ഥലമൊക്കെ ഇവർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക, അന്യായത്തിൻ്റെ കൂടെ ആരും നിൽക്കരുത്.